വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അരുമ മിസ് ആണ് കേട്ടോ ഇന്ന് നിങ്ങളുടെ കൂടെയുള്ളത്. അപ്പൊ മക്കളെ, നമ്മുടെ ചാനലിൽ പലതരത്തിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട് അല്ലെ. എല്ലാം നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്ന വീഡിയോസ് ആയിരിക്കും. അപ്പൊ ഇന്ന് ടീച്ചർ വന്നിരിക്കുന്നത് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി ആയിട്ടൊന്നും അല്ല, പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസത്തെ കുറിച്ച് നിങ്ങളോട് ഒന്ന് പറഞ്ഞു വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്നാണ് ആ ദിവസം എന്നല്ലത്താ, ഇന്ന് തന്നെ. നിങ്ങൾ ഈ വീഡിയോ അല്ലെ മെയ് 31 കാണുന്നതെങ്കിൽ എന്താണ് ഇന്നത്തെ പ്രത്യേകത എന്നാണ് മിസ്സിന് പറയാനുള്ളത്. നിങ്ങൾക്കറിയാം അല്ലെ, സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഒരുപാട് തരത്തിലുള്ള ക്വിസ് മത്സരങ്ങളും ഒക്കെ നിങ്ങളുടെ സ്കൂളിൽ ഉണ്ടാവും. അപ്പൊ ഈ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഡേയ്സ് പലപ്പോഴും ചോദിക്കാറുണ്ട് അല്ലെ. അപ്പൊ എന്താണ് മെയ് 31 പ്രത്യേകത, നിങ്ങളുമായിട്ട് അതിനെന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതൊക്കെ നമുക്കൊന്ന് അറിയേണ്ടതുണ്ട് അല്ലെ. അപ്പൊ സാധാരണ എന്താണ് മെയ് 31 എന്ന് ചോദിക്കുന്ന സമയത്ത് ചില മക്കളൊക്കെ പറയാറുണ്ട് അല്ലെ, മിസ് സ്കൂൾ തുറക്കുന്നതിന് മുന്നേയുള്ള അവസാനത്തെ ദിവസമാണ് അല്ലെ. പക്ഷെ അതൊന്നും അല്ല, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. എന്താണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്നാണ് മിസ്സിന് പറയാനുള്ളത്. യെസ്, അപ്പൊ മെയ് 31 ആണ് വേൾഡിലെ നോ ടുബാക്കോ ഡേ ആയിട്ട് ആചരിക്കുന്നത്. എന്താണ് ഈ ടുബാക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ടുബാക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ നമ്മുടെ പുകയില. അപ്പൊ എന്താണ് ഈ ഒരു ദിവസത്തിന്റെ പ്രത്യേകത? പുകയില വിരുദ്ധ ദിനം അല്ലെ. പുകയില വിരുദ്ധ ദിനമാണ് മെയ് 31 എന്ന് പറയുന്നത്. അപ്പൊ മക്കളെ, നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തിനാണ് ഇങ്ങനെ ഒരു ദിവസത്തിന്റെ പ്രാധാന്യം എന്ന്? ലോകത്തെമ്പാടും ദശലക്ഷക്കണക്കിന് ആളുകളാണ് ഈ പുകയിലയും മറ്റു പുകയില ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കുന്നത്. ഇതിലെ തന്നെ വലിയൊരു വിഭാഗം ആളുകൾ എന്ന് പറയുന്നത് കുട്ടികളും യുവാക്കളുമാണ്. അപ്പോ ഈ ലോകത്ത് പുകയില ഉൽപ്പന്നങ്ങൾ ഇവയൊക്കെ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്നുണ്ട്, നമ്മുടെ ഓരോരുത്തരെയും വീടുകളിൽ ഉണ്ടാക്കുന്നുണ്ട്, പരിസ്ഥിതിയിൽ ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ പുകയില ഉൽപ്പന്നങ്ങളുടെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് ലോകത്തിന് ഒരു സന്ദേശം പകരാൻ കൂടി വേണ്ടിയിട്ടാണ് എല്ലാ വർഷവും നമ്മൾ മെയ് 31 ഈ പറയുന്ന രീതിയിൽ പുകയില വിരുദ്ധ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത്. ലോകാരോഗ്യ സംഘടനയാണ് ഈ ഒരു തീരുമാനം എടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം, ഒരുപാട് ആളുകൾ ഇന്ന് പുകയിലേക്ക് അടിമപ്പെട്ടവരാണ്. നിങ്ങൾക്ക് തന്നെ അറിയാലേ, സിഗരറ്റ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റും തന്നെയുണ്ട്. പണ്ടൊക്കെ പൊതുസമൂഹത്തിൽ അല്ലെ, നമ്മുടെ പൊതുസ്ഥലങ്ങളിൽ ഒരുപാട് ആളുകൾ വളരെ സ്വതന്ത്രമായിട്ട് ഈ ഒരു രീതി അവലംബിച്ചിരുന്നു. അപ്പൊ അതിനൊരു മാറ്റം വന്നത് പുകയില പൊതുസ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നത് തെറ്റാണ്, അതിന് ഫൈൻ ഈടാക്കാൻ തുടങ്ങിയതിന് ശേഷമാണ്. പിന്നീടും അല്ലെ ഒരുപാട് പുകയിലയൊക്കെ ഇങ്ങനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നു. അപ്പൊ ഈ പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന നിക്കോട്ടിൻ എന്ന മാരക വസ്തുവാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അപ്പൊ നിക്കോട്ടിൻ ശ്വാസകോശത്തിന്, കരളിന്, അതേപോലെ തന്നെ അന്നനാളത്തിനൊക്കെ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. എപ്പോഴും സിനിമ തുടങ്ങുന്നതിന് മുന്നേ അല്ലെ പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണെന്ന രീതിയിലുള്ള വലിയ കാര്യങ്ങൾ നിങ്ങൾ കാണാറുണ്ട് അല്ലെ. അതിലുള്ള ആളുകളെ നിങ്ങൾ കാണാറുണ്ട്, എംഫസീമ പിടിച്ച് മരിച്ച ആളുകളുടെ ഫോട്ടോസ് നിങ്ങൾ കാണാറുണ്ട് അല്ലെ. എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും വളരെ മാസമായിട്ട് നായകൻ സിഗരറ്റ് വലിച്ചു പോകുന്ന രംഗങ്ങളായിരിക്കും നിങ്ങൾ കാണുക. അപ്പൊ കുട്ടികളിലും യുവാക്കളിലും ഒക്കെ ഭയങ്കര മാസാണ്, ഭയങ്കര അടിപൊളിയാണ് സിഗരറ്റ് വലിക്കുന്ന ആളുകൾ എന്നുള്ള ഒരു തോന്നലും ഉണ്ടാവാറുണ്ട് അല്ലെ. യഥാർത്ഥത്തിൽ പുകവലി എന്ന് പറയുന്നത് അല്ലെ നമ്മുടെ ശ്വാസകോശത്തിന്, നമ്മുടെ അന്നനാളത്തിന്, എല്ലാ ശരീരത്തിന്റെ ഭാഗങ്ങൾക്കും വലിയ ദോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ 2024 എന്ന വർഷത്തിലെ ഈ ഒരു ടുബാക്കോ ഡേക്ക് ഒരുപാട് പ്രത്യേകതകൾ ഇവിടെയുണ്ട്. കാരണം എന്താണ്? കുട്ടികളെ അല്ലെ, കുഞ്ഞുങ്ങളെ ഈ പറയുന്ന പുകയില വ്യവസായ കമ്പനികളിൽ നിന്ന് അല്ലെ രക്ഷിക്കുക എന്നുള്ളതാണ് ഈ ഒരു വർഷത്തെ നമ്മുടെ തീം എന്ന് പറയുന്നത്. ഒരുപാട് 37 മില്യൺ ആളുകളാണ് 13-നും 15-നും വയസ്സിനിടയിൽ ടുബാക്കോ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ ഓരോ വർഷവും ഇങ്ങനെ പുകയില ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി വരുന്നത് തടയാനും എല്ലാവർക്കും അല്ലെ പുകയിലയുടെ ദോഷവശങ്ങളെ കുറിച്ചുള്ള ഒരു അവബോധം ഉണ്ടാക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു ദിവസം അല്ലെ നമ്മൾ ആചരിക്കുന്നത്. അപ്പൊ കുഞ്ഞുങ്ങളാണ് മിക്കപ്പോഴും അല്ലെ ഇതിനൊക്കെ ബലിയാടായി പോകുന്നത്. അപ്പൊ അവരെയൊക്കെ എന്ത് ചെയ്യുക, ഇതിൽ നിന്നൊക്കെ സംരക്ഷിക്കുക എന്നുള്ള ഒരു തീരുമാനം കൂടിയാണ് മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നതിലൂടെ തീരുമാനമെടുക്കുന്നത്. അപ്പൊ എന്റെ മക്കളോട് ടീച്ചർക്ക് പറയാനുള്ള എന്താണ്? നിങ്ങൾ ഒരിക്കലും അല്ലെ ലഹരിക്ക് അടിമപ്പെടാതിരിക്കുക. അതേപോലെ തന്നെ അല്ലെ ഇത്തരം ലഹരി പദാർത്ഥങ്ങളോട് നിങ്ങൾ എപ്പോഴും നോ പറയുക. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് മിസ് വിചാരിക്കുന്നു. അപ്പൊ ഇതുപോലത്തെ പുതിയ വീഡിയോസുമായിട്ട് മിസ് വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. ടേക്ക് കെയർ, ബൈ.